നമസ്കാരം. ഓം സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ഓം മഹാദേവ്യൈ നമഃ. ശ്രീമദ് ദേവി ഭാഗവതം പ്രഥമസ്കന്ധം അധ്യായം 18. ശ്രീശുകൻ ജനക മഹാരാജാവിനോട് സംശയങ്ങളെല്ലാം ചോദിച്ച് അതിന് നിവൃത്തി വരുത്തുന്നു. ഏത് കർമ്മം നടത്തിയാലാണ് മോക്ഷകാരണം ആകുന്നതെന്ന് ജനകനോട് ശുകൻ ചോദിക്കുന്നു. ജനകൻ മറുപടി പറയുന്നത്, വേദങ്ങളും വേദാന്തവുമെല്ലാം പഠിച്ചിട്ട് ഗുരുദക്ഷിണ നൽകിയ ശേഷം ബ്രഹ്മചര്യം ചെയ്തിട്ട് ഗൃഹസ്ഥനായി ഭാര്യാസഹിതനായി ജീവിക്കണം. 4 ആശ്രമത്തിലും കൂടെ കടന്നുപോയാലേ യഥാർത്ഥമായ മോക്ഷം കിട്ടുകയുള്ളൂ. സന്തുഷ്ടനും ഒരാശയും ഇല്ലാത്തവനും പാപരഹിതനുമായി കർമ്മങ്ങൾ ചെയ്യണം. പുത്രപൗത്രാദികളെയൊക്കെ നേടിയ ശേഷം വാനപ്രസ്ഥാശ്രമത്തിൽ കഴിയണം. എന്നിട്ട് ഭാര്യയെ പുത്രൻ്റെ സംരക്ഷണയിലാക്കിയിട്ട് അഗ്നികളെയെല്ലാം ആത്മാവിലടക്കി ജിതേന്ദ്രിയനായി 4ാമത്തെ ആശ്രമമായ സന്യാസം സ്വീകരിക്കണം. അല്ലാതെ നേരെ സന്യാസത്തിലേക്ക് കടന്നിട്ട് ഒരു കാര്യവുമില്ല എന്ന് ശുകനെ ജനക മഹാരാജാവ് അറിയിക്കുന്നു. ശമം, ദമം തുടങ്ങിയ 8 സംസ്കാരങ്ങൾ മുക്തി ആഗ്രഹിക്കുന്നവർക്കുള്ളതാണെന്നാണ് പറയപ്പെടുന്നത്. ഒരാശ്രമത്തിൽ നിന്നും അടുത്ത ആശ്രമത്തിലേക്ക് കടക്കാനാണ് ഗുരുക്കന്മാർ അനുശാസിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ശ്രീശുകനെ മനസ്സിലാക്കുന്നു ജനക മഹാരാജാവ്. അപ്പോൾ ശ്രീശുകൻ മറുപടി പറയുന്നത് എന്താണെന്ന് അടുത്ത ശ്ലോകങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ശ്ലോകം 23, അധ്യായം 18. ഉത്പന്നേ ഹൃദി വൈരാഗ്യേ ജ്ഞാനവിജ്ഞാനസംഭവേ അവശ്യം ഏവ വസ്തവ്യം ആശ്രമേഷു വനേഷു വാ. പ്രാപഞ്ചിക വിഷയങ്ങളെക്കുറിച്ചുള്ള അനിത്യതാബോധവും ആത്മാവിനെക്കുറിച്ചുള്ള നിത്യതാബോധവും കൊണ്ട് ഹൃദയത്തിൽ യഥാർത്ഥ വൈരാഗ്യമുണ്ടായാൽ ഓരോ ആശ്രമത്തിലും അവശ്യം കഴിഞ്ഞിട്ട് വേണോ സന്യസിക്കാൻ. നേരെ വനത്തിൽ പോയിക്കൂടെ? ജനക ഉവാച. ശ്ലോകം 24. ഇന്ദ്രിയാണി ബലിഷ്ഠാനി ന നിയുക്താനി മാനദ അപക്വസ്യ പ്രകുർവന്തി വികാരാം സ്ഥാനനേകശഃ. കരുത്തുറ്റവയാണ് ഇന്ദ്രിയങ്ങൾ. അവയെ വരുതിക്ക് നിർത്തുക വളരെ പ്രയാസമാണ്. അവ പാകം വരാത്തവരിൽ പലതരത്തിലുള്ള വികാരങ്ങൾ ഉളവാക്കും. ശ്ലോകം 25. ഭോജനേച്ഛാം സുഖേച്ഛാം ച ശയ്യേച്ഛാമാത്മജസ്യ ച യദി ഭൂത്വാ കഥം കൃത്വാ ദ്വികാരേ സമുപസ്ഥിതേ. സന്യാസിയായ ശേഷം വികാരമുണർന്ന ആഹാരത്തിലും സുഖത്തിലും കിടപ്പിലും മക്കളിലും ആശ വന്നാൽ എങ്ങനെ നിറവേറ്റും? ശ്ലോകം 26. ദുർജരം വാസനാജാലം ന ശാന്തിം ഉപയാതി വൈ അതസ്തം അച്ഛനാർത്ഥായ ക്രമേണ ച പരിത്യജേത. നിത്യയൗവനമുള്ള വാസനകൾ അടങ്ങുകയേയില്ല. അതുകൊണ്ട് അവയെ അടക്കി നിർത്താൻ വേണ്ടി ക്രമമനുസരിച്ച് ഓരോ ആശ്രമധർമ്മത്തെ സ്വീകരിക്കുകയും പിന്നെ അതിനെ വെടിയുകയും വേണം. ശ്ലോകം 27.
ഊർധ്വം സുപ്തപതത്യേവ ന ശയാനപതത്യതഃ പരിവ്രജ്യ പരിഭ്രഷ്ടോ ന മാർഗം ലഭതേ പുനഃ. മുകളിൽ കിടന്നുറങ്ങുന്നവൻ താഴെ വീഴാം, താഴെ കിടന്നുറങ്ങുന്നവൻ വീഴുകയില്ല. സന്യാസി ആയതിനു ശേഷം ഭ്രഷ്ടനായാൽ പിന്നെ അവന് ഒരു മാർഗവും ഇല്ല. ശ്ലോകം 28. യഥാ പിപീലികാമൂലാം ശാഖായാമാധിരോഹതി ശനൈ ശനൈ ഫലം യാതി സുഖേന പദഗാമിനി. എറുമ്പ് മരച്ചുവട്ടിൽ നിന്നും കൊമ്പിലേക്ക് പതുക്കെ പതുക്കെ അരിച്ചു കയറി സുഖമായി പഴത്തിന്മേലെത്തുന്നു. ശ്ലോകം 29. വിഹംഗസ്തരസായാതി വിഘ്നശങ്കാമുദസ്യ വൈ ശ്രാന്തോ ഭവതി വിശ്രമ്യ സുഖം യാതി പിപീലിക. തടസ്സമുണ്ടാകുമെന്ന ഭയമില്ലാതെ അതിവേഗം പറന്നെത്തുന്ന പക്ഷി തളർന്നു പോകുന്നു. എറുമ്പ് വിശ്രമിച്ചിട്ട് സുഖമായി സഞ്ചരിക്കുന്നു. 18-ാം അധ്യായത്തിലെ 29 ശ്ലോകങ്ങളാണ് പാരായണം ചെയ്തത്. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.